ഹായ് ഗൈസ്, 2024 കസറൻ പടങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2025 ആകുമ്പം തുടക്കം ഫസ്റ്റ് മലയാളം പടമാണ് നമ്മുടെ ടോവിനോ മച്ചാന്റെ ഐഡന്റിറ്റി. ആമിന് ശേഷം ടോവിനോന്റെ പടം, പിന്നെ അതുപോലെ തന്നെ ഫോറൻസിക് എടുത്ത സംവിധായകന്റെ നെക്സ്റ്റ് പടം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ പടം അടിപൊളിയാവാനുള്ള സാധ്യതകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത്. പടത്തിന് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ ഒരു പരസ്യം പോലെ ഫീൽ ചെയ്തു. ആ രീതിയിലുള്ള കട്ട് ഫ്രെയിം ഭയങ്കര എന്താ ക്യുക്കാണ്. ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ഇനീഷ്യലിലെ ഭാഗം സാധാരണ പേസിൽ തന്നെയാണ്. അതിന് ശേഷമുള്ള പോർഷൻസ് കുറച്ചധികം ഫാസ്റ്റ് ആണ്. ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആ രീതിയിലായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോൾ വിഷയത്തിലോട്ട് വന്ന് ആ ഒരു വിഷയത്തിന്റെ ഫ്ലോയിലാണ് പിന്നെ പോകുന്നത്. പക്ഷെ ഫസ്റ്റ് നല്ലൊരു കട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഫ്രെയിം എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. ഒരു വ്യത്യസ്തമായ ഒരു ഡയറക്ഷണൽ സ്റ്റൈൽ. എഡിറ്റിംഗ് പരിപാടികളൊക്കെ കിടുവായിട്ടുണ്ട്. ഭയങ്കര ഫാസ്റ്റ് ആണ്, ഭയങ്കര സ്ലീക്ക് ആണ്, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ചമൻ ചാക്കോ ആണ് ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ കിടുവായിട്ടുണ്ട് അഖിൽ ജോർജിന്റെ സിനിമാറ്റോഗ്രാഫി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഫ്രെയിമും കാര്യങ്ങളൊക്കെ വേറെ രീതിയിലായിരുന്നു. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ കിടുവാക്കിയാണ് ജെയ്ക്സ് ബിജോയിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പടത്തിന്റെ ഒരു പേസ് എവിടെയും കുറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ച് ആ പടത്തിന്റെ ഒരു ടോൺ എവിടെയും ഡൗൺ ആവാതെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിടുകലാക്കിയിട്ടുണ്ട്. പിന്നെ ടോവിനോന്റെ വ്യത്യസ്തമായ ഒരു ആക്ടിങ്. നമ്മൾ ഇതുവരെ കണ്ട ക്യാരക്ടേഴ്സിന് വ്യത്യസ്തമാണ് ഈ ക്യാരക്ടർ. ആ ക്യാരക്ടറിന് വേണ്ട ചേഞ്ചസ് എല്ലാം വരുത്തിക്കൊണ്ട് തന്നെയാണ്. നോട്ടത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാത്തിലും ആ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ടോവിനോന്റെ ആക്ടിങ്. കിടുവായിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടറെ പ്രസന്റ് ചെയ്യാൻ ഒരുപാട് സീനുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അത് നന്നായിട്ട് തന്നെ ടോവിനോ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ ഈ ഒരു ക്യാരക്ടറൈസേഷൻ പിടിച്ചിട്ടല്ല ചെയ്യുന്നത്. ശരിക്കും സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ സാധാരണ ഒരു ത്രില്ലർ പടത്തിന്റെ ഫോർമാറ്റിലോട്ട് പടം മാറുന്നുണ്ട്. എന്തായാലും ആമിന് ശേഷം ഒരു മികച്ച സിനിമ തന്നെയാണ് ടോവിനോനിത്. പിന്നെ തൃശ്ശേന്റെ ഹേ ജൂണിന് ശേഷമുള്ള മലയാളം പടമാണ്. ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തൃശ്ശ എന്തുകൊണ്ട് ഈ സിനിമ എടുത്തു, തൃശ്ശേന്റെ ആവശ്യമുണ്ടോ, വേറെ ആർക്കെങ്കിലും ഈ ഒരു ക്യാരക്ടർ ചെയ്യാലോ. തീർച്ചയായിട്ടും ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗം കൂടെ ആയിട്ട് തന്നെയായിരിക്കും തൃശ്ശേനെ എടുത്തിട്ടുണ്ടാവുക. ഫസ്റ്റ് ഹാഫിന് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ അഭിനയിക്കാനുണ്ട്. നന്നായിട്ടുണ്ട്. കുറച്ചും കൂടെ അല്ല, കുറച്ചധികം അഭിനയിക്കാനുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും അടിപൊളി പാർട്ട് പറഞ്ഞ വിനയ് റായ്. കിട്ടു ആക്ടിങ്. നല്ല സ്റ്റൈലിഷ് ആവുന്ന രീതിയിൽ നല്ല റോള് കൊടുത്തോണ്ട് തന്നെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. നായകൻ അത്രയും പവർഫുൾ ആണ് വില്ലെന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തത്. അത് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഒരു ബ്രൂട്ടലായ ഒരു വില്ലൻ തന്നെ ആയിട്ടുണ്ട്. ആ ഒരു ഫീലിംഗ് നമുക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഫോറൻസിക്കിലെ വില്ലൻ ഉണ്ട് ഇതില്, നന്നായിട്ടുണ്ട്. പിന്നെ അർച്ചന കവി ഉണ്ട്. കുറെ നാളിന് ശേഷമുള്ള ഒരു പടമാണ്, നന്നായിട്ടുണ്ട്. പിന്നെ ഷമ്മി തിലകൻ ഉണ്ട്. പടത്തിനുടനീളം ഇത്രയും അഭിനയിക്കാനുള്ള പോർഷൻ എനിക്ക് തോന്നുന്നു ഷമ്മി തിലകൻ അത് ആദ്യമായിട്ടാണ്. ഓൾമോസ്റ്റ് പടത്തിൽ മൊത്തമായിട്ടുണ്ട്. ഒന്നിക്കൽ കോമഡി ക്യാരക്ടർ അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടർ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇത് അങ്ങനെയല്ല, ഇതൊരു ക്യാരക്ടർ റോളാണ്. അടിപൊളിയാക്കിയിട്ടുണ്ട്. ഫോറൻസിക് തിരക്കഥ സംവിധാനം ചെയ്ത അനാസ് ഖാനും അഖിൽ പോളും കൂടെ തന്നെയാണ് ഇതിന്റെയും തിരക്കഥയും സംവിധാനം ചെയ്തിട്ടുള്ളത്. ഫോറൻസിക് വെച്ച് നോക്കുമ്പോൾ ഫോറൻസിക് എനിക്ക് കുറച്ചും കൂടെ ത്രില്ലർ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഇതിലും നന്നായിട്ട് തോന്നി. ത്രില്ലിംഗ് പാർട്ട് ഇതിൽ ത്രില്ലിംഗ് പാർട്ട് അത്രയും ഇല്ല. കാരണം ഇനീഷ്യലി തന്നെ ഫസ്റ്റ് ഹാഫ് തന്നെ നമുക്ക് ആരാണെങ്കിലും ഒരു വില്ലൻ എന്നുള്ള സംഭവമൊക്കെ ഒരു ഐഡിയ കിട്ടും. പക്ഷെ പടം നന്നായിട്ടുണ്ട്. നമുക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പടം നിൽക്കുന്നത് അതിന്റെ മേക്കിങ്ങിലാണ്. എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും ഡയറക്ഷനും നന്നായിട്ടുണ്ട്. പിന്നെ കാർ ചേസ് സംഭവം നമ്മൾ ഫോറൻസിക്കിലും ലാസ്റ്റ് കണ്ടതാണ്. അത് ഇതിലും ഉണ്ട്. എനിക്കൊന്ന് ഡയറക്ടേഴ്സിന് ഈ ചേസ് സംഭവങ്ങളും ഒരു ഡ്രൈവിംഗ് സീന് കാണിക്കേണ്ടത് ഭയങ്കര ഇഷ്ടമാവുന്നു. കാരണം ഈ കാർ ചേസും അതിന്റെ ഫൈറ്റ് സീനുകളിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ ഒരു കോംപ്ലിക്കേഷൻ സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ പണിഞ്ഞ് കിടക്കുന്ന ഒരു ഫീൽ ഉണ്ട്. ഭയങ്കര ത്രില്ലിംഗ് സംഭവം ഉണ്ട് എന്നല്ല, ഒരു പണിഞ്ഞ് കിടക്കുന്ന ഒരു സംഭവം ഉണ്ട്. ആ ഫോറൻസിക്കിലും ഉണ്ട്. ഒരുപാട് സ്റ്റോറീസ് ഉള്ളിൽ ആ കോംപ്ലിക്കേഷൻ സംഭവം സ്ക്രിപ്റ്റിൽ ഇതിലും ഉണ്ട്. പക്ഷെ അത്രയും കോംപ്ലിക്കേഷൻ സംഭവം കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ അത്രയും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. ഒരു ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കിയതുപോലെ ഉണ്ട്. ഫസ്റ്റ് പാർട്ടിലാണ് സ്കെച്ച് ആർട്ടിസ്റ്റും അവരങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അവരങ്ങനെ വരക്കുന്നു മുതലായ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പോർഷൻ നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടാണ് ടോട്ടലി ഈ ഒരു സബ്ജക്റ്റുമായി കോൺസെൻട്രേറ്റ് ചെയ്ത് ത്രില്ലിംഗിൽ കുറച്ചുകൂടെ നമുക്കൊരു പേസ് കൂടിയിട്ട് എനിക്ക് സെക്കൻഡ് പാർട്ടാണ് തോന്നിയത്. സെക്കൻഡ് പാർട്ടാണ് എനിക്ക് കാണുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ഓൾട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. നല്ല മേക്കിങ്ങും നല്ല മ്യൂസിക് എല്ലാം വെച്ച് ഒരു എഫക്റ്റ് ഉള്ള ഒരു പടമാണ്. അപ്പോൾ അത്രയുള്ള നിങ്ങൾ ഈ സിനിമ കണ്ടവരാണോ? നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ടോവിനോന്റെ ക്യാരക്ടർ എങ്ങനെ, സിനിമ എങ്ങനെയുണ്ട്, ഫോറൻസിക്കിനെക്കാട്ടി അടിപൊളിയായിനോ, എന്തൊക്കെ ഫീലിംഗ് ആണ് ഈ പടത്തിനെ കുറിച്ച് എല്ലാം താഴെ കമന്റ് ചെയ്യണേ. നിങ്ങൾ ടോവിനോ ഫാനാണ്, അതും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.